നമ്മളിന്ന് ഒരു ഗെയിം കളിക്കാൻ പോകുന്നത്. ആക്കുളം ബീച്ച് വന്ന് ഒരു ഗെയിം പിന്നാറ്റാൻ വെച്ചു. എനിക്കറിയാം ആക്കുളം ബീച്ചാ? സോറി കേക്കാൻ പോയ സ്റ്റോപ്പ് ചെയ്തിട്ട് പറ. വീട്ടിൽ വെച്ചിട്ട് നമ്മളൊരു പേപ്പർ കളറടിക്കുന്ന കളറും പിന്നെ ബുക്കും അതിന് ബുക്കിന് പേപ്പർ കുറെ എടുത്ത് അതിന് ഇവിടെ ഉള്ള എല്ലാം ഇപ്പം ഭയങ്കര വലിയായിട്ടുള്ള സ്ലൈഡ് അങ്ങനെയൊക്കെ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ ഇരുന്ന് ഊഞ്ഞാലാടണം. അമ്മയാണെങ്കിൽ ഇവിടെ എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പം ഒളിപ്പിക്കുകയാണ്. ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ദച്ചു അല്ല ഇവര് വീട്ടിൽ നിന്ന് ഒരു ഗെയിം പ്ലാൻ ചെയ്തിട്ടാണ് വന്നത്. അതായത് കുറെ പേപ്പേഴ്സിൽ ഇപ്പം ഊഞ്ഞാല് പിന്നെ അതേപോലെ എന്താണ് സ്ലൈഡ് എന്തൊക്കെയോ കുറെ സാധനം വെച്ചിട്ടുണ്ട്. അതെല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് കൊണ്ടുവന്നു. അപ്പോൾ അവർക്ക് ആദ്യം ഒരു ഇത് കൊടുക്കും, ഓപ്ഷൻ കൊടുക്കും. അതിൽ നിന്ന് വെച്ചിട്ട് കണ്ടുപിടിച്ച് മുന്നോട്ട് പോകണം അല്ലേ? അപ്പം അമ്പിളി ചേച്ചി ആ പേപ്പർ ഒളിപ്പിക്കാനായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അമ്പിളി ചേച്ചി അതെല്ലാം ഹൈഡ് ചെയ്യിപ്പിച്ചല്ലേ? ചെയ്യിപ്പിച്ച് ഇനി ഇത് കണ്ട് ചെയ്യിപ്പിക്കും. പേപ്പറിന്റെ അകത്ത് എഴുതിയിട്ടുണ്ട് നമ്മൾ ഈ സാധനങ്ങളെല്ലാം കണ്ടെത്തണം എന്നൊരു പേപ്പറിൽ എഴുതിയിട്ടുണ്ട്. ആ പേപ്പറാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഓരോ ക്ലൂ വെച്ചിട്ടുണ്ട്. ഞാനല്ല അവർ തന്നെയാണ് എല്ലാം എഴുതി വെച്ചത്. ഇതെങ്ങനെയാവുന്നത് അറിയില്ല. അപ്പൊ ഫസ്റ്റ് ഞാൻ ഈ പേപ്പേഴ്സ് കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. തുടങ്ങി. പതുക്കെ പോ. ഫസ്റ്റുള്ള ഇത് കണ്ടുപിടിച്ചു. ഇത് ബോട്ടാ? ഏത് ബോട്ട്? ബോട്ട് തെച്ച് ബോട്ട് ഓടിയാ ബോട്ട് കണ്ടുപിടിക്കാൻ പോവേണേ. ഏത് ബോട്ടാകുമ്പോ ഇവരെ കൂടെ ഓടി എത്തത്തില്ല. ബോട്ടാ? ബോട്ടില്ലാത്തോണ്ട് ഓക്കെ. അതായത് നിക്ക് പറഞ്ഞിട്ടില്ലേ ബോട്ട് ഇല്ലാത്തോണ്ട് ബോട്ടിന് പകരം ബോട്ടുണ്ട്. പക്ഷെ അവിടെ വെള്ളത്തിന്റെ ഇതിൽ വിടാനുള്ളൊരു മേളിൽ പോണം. അതുകൊണ്ട് ഇവർക്ക് വേറൊരു സ്ഥലത്താണ് തൽക്കാലം വെച്ചത്. എന്തായാലും നോക്ക് കണ്ടുപിടി. ഏയ് വിശ്വ ഇവിടെ അങ്ങോട്ടല്ല കണ്ടു. വിശ്വ തെച്ചു കുഞ്ഞേറ്റത് വിശ്വ ബോട്ട് മോളാണ്. അപ്പൊ മേളിൽ എന്തായാലും അവർ ക്ലോസ് ചെയ്ത് 8 മണിയാകുമ്പോഴേക്ക് ക്ലോസ് ചെയ്തു. അപ്പൊ ബോട്ടിന് പകരം നമ്മൾ വേറെ സ്ഥലം ഒളിപ്പിച്ച് വെച്ചത് കേട്ടാ. കണ്ടുപിടി. അടുത്തേത് ഏത്? ഇവരെല്ലാം മുകളിൽ തന്നെ എഴുതി. അപ്പൊ അതിന് പകരമായിട്ടുള്ള സംഭവമാണ് വെച്ചേക്കുന്നത്. ദച്ചുന് വയ്യ കേട്ടോ. ദച്ചു തളർന്നു. മതിയോ? നെച്ചുന് കാലിരിക്കണം. അതോ ബിജു അമ്മ അവിടെ ഇരിക്കണം. ബിജു അമ്മയുടെ അടുത്ത് പോയിരിക്കാം. എടുക്കാനാ? കൊച്ചു തളർന്നു കേട്ടാ. ഈ ഗെയിം കൂടെ കഴിഞ്ഞ് നമ്മൾ പോകും കേട്ടാ. ഈ ഐസ്ക്രീം തണുപ്പ് ശ്വാസം മുട്ട്. നിനക്ക് ഒന്നായി ചുമയുണ്ട് നന്നായിട്ട്. ലച്ചൂടെ അതിനു വേണ്ടി കിടന്നു. എവിടെ പോയി ഇവര്?
അടച്ചു അതുകൊണ്ട് അച്ഛനെ അടച്ചു അതുകൊണ്ട് ഇവിടെ നിന്നാണ് മേടിക്കണം. അവർ അടച്ചിട്ട് പോയി. കണ്ട 8 മണിയായപ്പോൾ അവർ അടച്ചിട്ട് പോയി. ബിജുവാമൻ്റെ അടുത്തിരുന്നോ നടക്കാൻ വൈകി? അയ്യോ കണ്ടുപിടിച്ചാ ഇരിക്കണ ബിജുവാമൻ്റെ അടുത്ത് കണ്ടുപിടിച്ചാ. ഞാൻ ഏത് സ്ലൈഡിൽ അവിടെ ഇല്ലാത്ത കാരണം ഞാൻ ആ സ്ലൈഡിലാണ് വെച്ചത്. മുകളിലല്ലേ, അതുകൊണ്ട് ഞാൻ അതിന്റെ സെയിം മോഡലുള്ള ആ സ്ലൈഡിന്റെ അവിടെയാണ് വെച്ചത്. എന്ത് വിശക്കണ മക്കള് ബിജുവാമൻ്റെ അടുത്ത് വെളിയിൽ നിന്നാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. വെളിയിൽ നിന്നാണ് ഫുഡ് കഴിക്കുന്നത്. വിശക്കണേ കഴിക്കാതെ ഇവർ ഇത് കൂടെ കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് വീട്ടിൽ പോവാം. അല്ല വീട്ടിലല്ല ഫുഡ് കഴിക്കാം. എൻ്റെ അമ്മേ ഇതിപ്പ് ഞാൻ ഒരു കാര്യം പറയട്ടെ, നീ അങ്ങ് എടുത്തു കൊടുക്കണേ നല്ലത്. ഞാൻ കണ്ടല്ലോ. അടുത്തെന്താന്ന്? അടുത്ത ജിമ്മാണ് കേട്ടോ. ജിമ്മിൽ പിള്ളേരൊക്കെ ഇത് കഴിക്കുകയാണ്. ഈ പിള്ളേരെ തള്ളിയിട്ടിട്ട് എടുക്കുന്നുണ്ട്. കൈ കളിച്ചത് താഴെ. ഏത് അടുത്തത്? സിംഗല്ലേ നേരത്തെ വെച്ചത്? ആ കൊരങ്ങനാണ് ഓടി. എവിടെയാ വിഷുനെ കാണാൻ പോലും ഇല്ല. വിഷു എവിടെ? കുഞ്ഞറ്റെവിടെ? ഈ രണ്ടിന്റെ ഇതിന് രണ്ടിന്റെ ഇടയിലാണ് വെച്ചേക്കണേ. ദച്ച് കണ്ടുപിടി. അവര് പറഞ്ഞേന് ദച്ച് കണ്ടുപിടി. ദച്ച് കണ്ടുപിടിച്ച് നോക്കത്. ദച്ച് അത് കൊണ്ടോടി. എന്താണ് വെറോട്ട ചിക്കൻ കിട്ടില്ല. നോക്ക് അടുത്ത കണ്ടുപിടി. എവിടെ അവരുണ്ടും കൂടെ കിട്ടി. നിർത്ത്
കൊടു 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 ഫൈനൽ പേപ്പറിന്റെ തന്നെ ഇതാണ് ആ ഫൈനൽ പേപ്പർ ഫുഡ് കഴിക്കാൻ പോവാ പെട്ടെന്ന് കൊടു. എന്നിട്ട് അത് ആരാണ് ഫസ്റ്റ് പോയി എടുക്കുന്ന അവർക്കാണ് ആരാണ് വിന്നറാ? വിന്നർ. ഇതാണ് ലാസ്റ്റ് ക്ലൂ. നോക്ക് നോക്ക് എന്താണെന്ന് നോക്കട്ടെ. മക്കൾ എന്തോന്ന് നോക്കിയാണ്? ആ മണ്ണ അവര് പോണ്. പോവല്ലെന്ന് പറ. അബ്ദു ചേച്ചി പോവല്ലെന്ന് പറ. ദച്ചുൻ ചെരുപ്പും എന്തോന്നാണ് നിയർ ബീച്ചേട്ടൻ സിറ്റി. അവിടെയാണ് ആ പേപ്പർ ഫൈൻ ആ മനുഷ്യനെ തന്നെ എവിടെ നോക്കട്ടെ. ഈ പേപ്പർ കണ്ടുപിടിക്കാനാണ് ഈ വേളം കടിച്ചത്. അപ്പൊ ഇനി പോവാ.